ചീഫ് ഗസ്റ്റ് വരുമ്പോൾ എല്ലാവരും ഒന്ന് എണീറ്റിരുന്നോ. കൊടുത്തോ ഞാനോട് കൊടുത്തോ വലിയ വലിയ കൊടുത്തോ കൊടുത്തോ Good afternoon, ladies and gentlemen. The third session of the enrollment function is going to begin now. I request Sri S.K. Pramod, Chairman, Enrollment Committee, to deliver the welcome address. എല്ലാവർക്കും നമസ്കാരം. 12ാമത് ബാർ കൗൺസിലിൻ്റെ സുപ്രധാനമായിട്ടുള്ള ചുമതലകളിലൊന്നായ പുതിയ അഭിഭാഷകരെ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നുള്ള നടപടിയിലേക്ക് ഇന്നത്തെ 3ാമത് സെഷൻ്റെ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ എൻറോൾമെൻറ്റ് ഫംഗ്ഷൻ്റെ എത്രയും ബഹുമാനായിട്ടുള്ള സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ നന്ദകുമാർ സർ, ഈ എൻറോൾമെൻറ്റ് ഫംഗ്ഷന് എൻറോൾമെൻറ്റ് സന്ദേശം നൽകി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ശ്രീ സി വിജിതൻ സർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാനായിട്ടുള്ള ബാർ കൗൺസിൽ അംഗങ്ങളെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, പുതിയതായി സംസ്ഥാന ബാർ കൗൺസിലിലേക്ക് എൻറോൾ ചെയ്യപ്പെടാൻ പോകുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഭിഭാഷക വൃത്തിയിൽ പ്രായം കുറഞ്ഞ ജൂനിയർ അഭിഭാഷകരെ, നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഇന്നിപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനവും നിമിഷങ്ങളുമാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു മാനസികമായൊരു തയ്യാറെടുപ്പ് തീർച്ചയായും സമൂഹത്തിൽ ഇടപെടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ്. അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെടാറുള്ളത്, പറയാറുള്ളത്. കാര്യം സൊസൈറ്റിയെ റിപ്പയർ ചെയ്യാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് അഭിഭാഷകർക്കാണ്. അങ്ങനെ സൊസൈറ്റിയെ റിപ്പയർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടൂളെന്ന് പറയുന്നത് നിയമമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിയമം ഉപയോഗിക്കുവാൻ ഭരണഘടനാപരമായും അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരവും അവകാശമുള്ളത് അഭിഭാഷകർക്ക് മാത്രമാണ്. ആ അഭിഭാഷകരെ വാർത്തെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കതിനുള്ള അംഗീകാരം നൽകുക എന്നുള്ളതാണ് ബാർ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ആ രൂപത്തിൽ ഇന്നു മുതൽ എൻറോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ സെക്ഷൻ 35ൻ്റെ പരിധിനകത്തേക്ക് നിങ്ങൾ കടന്നു വരികയാണ്. സംസ്ഥാന ബാർ കൗൺസിൽ അഭിഭാഷകർ എന്ന നിലയിൽ നിങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സമിതിയായി തീർച്ചയായും ഞാനും നിങ്ങളിലെല്ലാം ഞങ്ങളിപ്പോൾ കൊണ്ടുവരുന്നതും നിങ്ങൾ അല്പം കഴിഞ്ഞ് നിങ്ങൾ പേറുന്നതുമായിട്ടുള്ള പൈതൃകമെന്ന് പറയുന്നത് നമുക്ക് മുമ്പേ പോയവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അവരുടെ ജീവിതകാലത്ത് വികാസപൂർണമായ പ്രവർത്തനങ്ങൾ, നിയമപരമായ ഇടപെടൽ, ഈ സമൂഹത്തിൻ്റെ വിവിധ തലത്തിൽ കക്ഷികൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം അതിലൂടെ ആർജിച്ച മഹത്വമാണ് ഞാനും നിങ്ങളും പേറുന്നതല്ലെങ്കിൽ വളരെ അഭിമാനപൂർവ്വം
ഇതിനൊരു നോബൽ പ്രൊഫഷനായി മറ്റുള്ളവർ വീക്ഷിക്കുന്നത്. തീർച്ചയായും നമ്മുടെ മുമ്പേ പോയവർ നടത്തിയ ആ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും ശോഭ കുറയാത്ത വിധത്തിൽ നമുക്കും അത് നമ്മുടെ വരുന്ന ഒരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രൊഫഷൻ്റെ ആ എല്ലാ മഹത്വവും അതിനെ എല്ലാ ഡിഗ്നിറ്റിയോടും കൂടി കാത്തു സൂക്ഷിക്കുവാൻ ഇന്ന് മുതൽ നമുക്കെല്ലാവർക്കും നിർബന്ധമായും ബാധ്യതയുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് നിങ്ങൾ അഭിഭാഷകർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിനും പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ഓരോ ചലനവും നമ്മുടെ സൊസൈറ്റി വീക്ഷിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ അതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം ചുരുക്കം വാക്കുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ പ്രത്യേകതയുള്ള ഒരു എൻറോൾമെൻറ്റ് കൂടിയാണ്. കാരണം കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് എൻറോൾമെൻറ്റ് ഈ രൂപത്തിലൊരു പ്രൗഢഗംഭീരമായ ചടങ്ങായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഓൺലൈനായിട്ടായിരുന്നു. കേരളത്തിലെ ഒരു അഭിഭാഷകരായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ ഒരു നിമിഷം പോലും കുറയരുതെന്ന് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടരുത്. എൻറോൾമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ അഭിഭാഷകരായ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ പല കാര്യത്തിനും ആവശ്യമാണ്. അത് കൗണ്ട് ചെയ്യുന്നത് ആഫ്റ്റർ എൻറോൾമെൻറ്റ് ആയതുകൊണ്ട് ഓൺലൈനിൽ ആവശ്യമായിട്ടുള്ള ഒരു തടസ്സവുമില്ലാത്ത വിധത്തിൽ നമ്മൾ എൻറോൾമെൻറ്റ് നടത്തും. ഇപ്പോൾ എൻറോൾമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് 2000-ലേറെ പേരായിരുന്നു ഓൺലൈൻ എൻറോൾ ചെയ്തത്. ഇന്നിപ്പോൾ 808 പേരായി. ഈ ബാച്ചോടെ കഴിയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം മാത്രം 808 പേര് 3ാമത്തെ ബാച്ചിലോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. തീർച്ചയായും ആ അഭിഭാഷകരായി എൻറോൾ ചെയ്യുന്നതിന് നിങ്ങൾ സംസ്ഥാന ബാർ കൗൺസിലിനെ ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരള സംസ്ഥാന ബാർ കൗൺസിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ കെ അനിൽകുമാർ സർ സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാറ് നിർമ്മല ഹൈസ്കൂൾ മൂവാറ്റുപുഴയിലാണ് സാറിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. സാറിൻ്റെ ബിരുദ പഠനം മാരത്തനീഷ്യസ് കോളേജിലെ കോതമംഗലത്തായിരുന്നു. തുടർന്ന് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് LLB പഠനം പൂർത്തിയാക്കി. സാറ് 14/2/93 സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ കീഴിൽ ഇതുപോലൊരു സുദിനത്തിൽ എൻറോൾ ചെയ്യപ്പെട്ടത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നത്. സാർ അതുപോലെ തന്നെ മുൻ എൻറോൾമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സാറിനെ ഈ ചടങ്ങിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായി ഈ എൻറോൾമെൻറ്റിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്ന ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് സി ജയചന്ദ്രൻ സാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ സാറിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം വിദ്യാധിരാജ വിദ്യാഭവൻ ഹൈസ്കൂൾ ആലുവയിലായിരുന്നു. അതിനെ തുടർന്ന് നേരത്തെയുള്ള ഡിഗ്രി ഇപ്പോൾ +2 ആണെന്ന് അതിന് പകരം മുമ്പ് ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം UC കോളേജ് ആലുവയിലായിരുന്നു. തുടർന്ന് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ ബിരുദം പൂർത്തീകരിച്ച് തിരുവനന്തപുരത്ത് ലോ അക്കാഡമി ലോ കോളേജിൽ നിയമവിദ്യാഭ്യാസവും അതിനെ തുടർന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം സ്കൂൾ ഓഫ് ലീഗൽ കോഴ്സ് കോട്ടയം ആണ് സാർ LLB ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുള്ളത്. 1997 അഭിഭാഷകനായി എൻറോൾ ചെയ്തു. തുടർന്ന് അഡ്വക്കേറ്റ് CT ജോസഫ് സാറിനോടൊപ്പം പ്രാക്ടീസ് ആരംഭിക്കുന്നു. തുടർന്ന് കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് റെജി ജോർജ് അസോസിയേറ്റ്സിൽ സാർ ചെയ്യുന്ന പ്രാക്ടീസ് നടത്തുന്ന സന്ദർഭത്തിലാണ് സാറിനെ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ ജഡ്ജായി ഡയറക്റ്റായി നിയമിക്കപ്പെടുന്നത്. അതിനുശേഷം അത് 2011 സാറിന് അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ ജഡ്ജായി കൊല്ലത്ത് ആണ് ആദ്യത്തെ നിയമനം. തുടർന്ന് തിരുവനന്തപുരം, നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെല്ലാം പ്രവർത്തിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2021 ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് സാറിനെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. സാറിനെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അതോടുകൂടി ഈ നിറഞ്ഞ സദസ്സിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള സന്തോഷ് സാർ, അഡ്വക്കേറ്റ് ശ്രീ P. സന്തോഷ് കുമാർ എൻറോൾമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നതാണ്. സാർ ഇപ്പോൾ നമ്മുടെ ബാർ കൗൺസിലിൻ്റെ റൂൾസ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. സാറിനെ ഇവിടെയുള്ള പലർക്കും നേരിട്ട് പരിചയമുള്ളതാണ്. സാറിനെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞങ്ങളുടെ ബാർ കൗൺസിൽ മെമ്പറാണ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ്.
അദ്ദേഹത്തെയും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അഡ്വക്കേറ്റ് ശ്രീ കെ നാസർ സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ ട്രഷറാണ്, എൻറോൾമെൻറ്റ് കമ്മിറ്റിയുടെ മറ്റൊരു അംഗമാണ്. അദ്ദേഹത്തെയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റ് ബാർ കൗൺസിൽ മെമ്പേഴ്സ് ഒട്ടേറെ കാലം ബാർ കൗൺസിലിൻ്റെ അംഗമായി എക്സ് മെമ്പറായി എല്ലാം പ്രവർത്തിച്ച് 2 പ്രാവശ്യം കേരള ഹൈക്കോടതി സംസ്ഥാന ഗവൺമെൻറ് ഭരണഘടനാപരമായ അഡ്വക്കേറ്റ് ജനറൽ പദവി നമ്മുടെ സംസ്ഥാനത്ത് പ്രതിദാനം ചെയ്ത അഡ്വക്കേറ്റ് ആയിട്ടുള്ള സീനിയറായിട്ടുള്ള ശ്രീ CP സുധാകരൻ പ്രസാദ് സാർ ഇന്ന് രാവിലെയാണ് നമ്മൾ വിട്ടുപിടിക്കുന്നത്. അവിടെ നമ്മുടെ സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചില മെമ്പേഴ്സ് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഹാളി സെക്രട്ടറി ആയിട്ടുള്ള ജോസഫ് ജോൺ സാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷാഫുദ്ദീൻ സാർ കണ്ണൂരുന്നുണ്ട്, അങ്ങനെ ഒട്ടേറെ നമ്മുടെ രാജ്കുമാർ അടക്കമുള്ള ഒട്ടേറെ പേരുണ്ട്. 25 അംഗങ്ങളുള്ള ബാർ കൗൺസിലാണ് നമ്മുടെ നിലവിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ അവരിൽ പലരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അവരെല്ലാവരെയും അവരുടെ സാന്നിധ്യത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യുക. അതുപോലെ ഈ ഫംഗ്ഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബാർ കൗൺസിലിൻ്റെ സ്റ്റാഫും പ്രവർത്തനം എന്നൊക്കെ ഓരോരുത്തർക്ക് മനസ്സിലാകും. തീർച്ചയായും അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിൻ്റ്, അതുപോലെ നമ്മുടെ മീഡിയ പേഴ്സൺസ് ആയിട്ടുള്ളവരുടെ പ്രസൻ്റ് ആയിട്ടുള്ളവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളിൽ ജൂനിയർ അഭിഭാഷകരായി എൻറോൾ ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രായത്തിലും പ്രൊഫഷണൽ ജൂനിയറായി വരുന്നവർ. നിങ്ങളിവിടെ എത്തിക്കുന്നതിന് നിങ്ങൾക്ക് പിന്നെ പ്രവർത്തിച്ച ശക്തികളുണ്ട്. തീർച്ചയായും അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ മാതാപിതാക്കളായിരിക്കും, നമ്മുടെ പാരൻസ്, നമ്മുടെ സുഹൃത്തുക്കൾ നല്ല രൂപത്തിൽ നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ടാകും. ഇതുകൊണ്ട് തീർച്ചയായും അവരുടെ സാന്നിധ്യം കൊണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ പേഴ്സണൽ അപ്പിയറൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രസൻസോടെ ഇല്ലാതെ യൂട്യൂബിലെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കും ഞങ്ങളുടെ സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്വാഗതം അവർക്കും രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങളൊരു അല്പസമയത്തിനകം സംസ്ഥാന ബാർ കൗൺസിലിൻ്റെ ഏതാണ്ട് 61,000 അംഗങ്ങളായി മാറുകയാണ് നിങ്ങളോട് എൻറോളിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ ഈ ജൂനിയർ ലോയർ എന്നുള്ള സ്റ്റേറ്റിൻ്റെ ഈ പദവി 2 മാസത്തേക്കേ ഉള്ളൂ. അടുത്ത ക്ലാസ് 2 മാസം കഴിയുമ്പോൾ എൻറോളിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ വളരെ വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ഈ കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പാലിച്ച് എല്ലാവരും എത്തിച്ചേർന്ന എല്ലാ പുതിയതായി എൻറോളിപ്പെടാൻ പോകുന്ന അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Now, I request the Honorable Chairman, Sri P.N. Kumar, to deliver the presidential address. ഇന്ന് ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് അഡ്രസ് നൽകുകയും എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വിതരണം ചെയ്യുകയും ചെയ്യുന്ന നമ്മളുടെ ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് C. ജയചന്ദ്രൻ, വേദിയിലുള്ള എൻറോൾമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ S.K. പ്രമോദ്, എൻറോൾമെൻറ്റ് കമ്മിറ്റി മെമ്പറും ബാർ കൗൺസിലിൻ്റെ ട്രഷററുമായ ശ്രീ K. നാസർ, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള ബാർ കൗൺസിൽ അംഗവുമായ ശ്രീ രാജേഷ് വിജയൻ, കേരള ബാർ കൗൺസിലിൻ്റെ റൂൾ കമ്മിറ്റി ചെയർമാനായ ശ്രീ T. സന്തോഷ് കുമാർ, അദ്ദേഹം എൻറോൾമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അതുപോലെ ഇന്നിവിടെ ഈ പ്രൊഫഷനിലേക്ക് കടക്കാൻ തയ്യാറായി ഇവിടെ എത്തിയിട്ടുള്ള 299 അംഗങ്ങളെ, അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ടെലിവിഷൻസ്, ഇതുപോലെ മറ്റ് സുഹൃത്തുക്കളെ, മീഡിയ പേഴ്സൺസ്, എല്ലാവർക്കും ശ്രുതിയിൽ കൂടി നമസ്കാരം. നമ്മളെല്ലാവരും പറയുന്നത് പോലെ ലീഗൽ പ്രൊഫഷൻ എന്നുള്ളത് ഇന്ത്യയിൽ വളരെ ബഹുമാനം അർഹിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ തന്നെ മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ, എല്ലാ ആളുകളും പറയാം, മഹാത്മാഗാന്ധി, നെഹ്റു, അംബേദ്കർ, എല്ലാവരും പട്ടയടക്കമുള്ള എല്ലാവരും പ്രഭാഷകരായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ
ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ അഭിഭാഷകർക്കുള്ള സ്ഥാനം നിർണായകമാണ്, അതിപ്രധാനം. ആ ഒരു തൊഴിലിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ തൊഴിലിൻ്റെ മഹനീയമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. നിങ്ങളൊക്കെ തന്നെ അതിൻ്റെ നമ്മളുടെ തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കോളേജ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല. ഒരു കാരണം കൂടി ഇവിടെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ 2 പ്രാവശ്യം CP അദ്ദേഹത്തിൻ്റെ ടൂറുകൾ 4 മണിക്കാണ്. അപ്പോൾ അതിൽ കൂടി ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും 2 വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഈ തൊഴിലെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം മാത്രമാണ് ഇതിനകത്ത് നമ്മൾക്ക് പ്രധാനമായിട്ട് മുതൽ മുടക്കായിട്ടുള്ളത്. ആ കഠിനാധ്വാനം നമ്മൾ ആ മുതൽ മുടക്ക് ഇറക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ വിജയിക്കാൻ കഴിയില്ല. ലോ ഇസ് ജലസ് മിസ്ട്രസ്മാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഏരിയകളിൽ നമ്മളുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം നമ്മുടെ ഈ പ്രൊഫഷൻ നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊഫഷൻ ഗൗരവമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മറ്റുള്ള ഒരു തൊഴിലോ ജോലിയോ പോലെയല്ല നമ്മുടെ ജോലിക്കാർക്കൊക്കെ തന്നെ ലീവ് എടുക്കാം. ആഴ്ചകളിൽ ശനിയാഴ്ച അവധിയുണ്ട്, അവധി ദിവസങ്ങളുണ്ട്. പക്ഷേ അഭിഭാഷകനാണ് അവധി ദിവസങ്ങളില്ല. 24/7 നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ ക്ലയൻസാണ് നമ്മളുടെ ഏറ്റവും വലിയ നമ്മുടെ രാജാക്കന്മാർ. എപ്പോഴാണ് നമ്മുടെ ക്ലയൻറ്റിന് ഒരു നിയമപരമായിട്ട് സംശയം വരിക, ഒരു കേസ് വരിക, ഒരു പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഏത് സമയത്ത് നമ്മൾ വിളിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അഭിഭാഷക രീതിയിൽ എപ്പോഴും നമ്മൾ അലർട്ടായി. നമ്മുടെ തൊഴിലിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമ്മൾ വളരെ പരിമിതമായിട്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തൊഴിലിൽ നിന്ന് നമ്മൾ ശ്രദ്ധ കൂടുതൽ ഏരിയകളിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ തൊഴിലിലുള്ള നമ്മളുടെ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ തൊഴിലിൽ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ 90% പേരും വളരെ ഗൗരവമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷൻ ചലഞ്ചിങ് ആണ്. ഒരുപാട് നമുക്കറിയാം അഭിഭാഷകരെ കുറിച്ചൊക്കെ തന്നെയുള്ള പൊതുവെ പ്രത്യേകിച്ച് അവരുടെ വരുമാനത്തിലൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് തന്നെ വലിയ സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള വളരെയധികം ഈ തൊഴിലിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ഒരു 10% പേരെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഒരുപാട് പേര് അതിൽ താഴെയുള്ളവരാണ്. പക്ഷേ എന്നാൽ പോലും ഇന്ന് ഈ തൊഴിലിന് വലിയ സാധ്യതകളുണ്ട്. സാധാരണ ഒരു സാമ്പ്രദായികമായിട്ടുള്ള ലിറ്റിഗേഷനിൽ വ്യത്യസ്തമായിട്ട് പുതിയ ആർബിട്രേഷൻ മേഖല, മീഡിയേഷൻ മേഖല, ഒരുപാട് മേഖലകൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖല ഒക്കെ തന്നെ ഒരുപാട് അവന്യൂസ് അഭിഭാഷകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നമുക്കറിയാം ഇന്ന് എൻറോൾ ചെയ്യുന്ന പകുതി കൂടുതൽ ആളുകൾ നമ്മുടെ സ്ത്രീകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലിലേക്ക് എനിക്ക് തോന്നുന്നു 10-15 വർഷം കഴിയുമ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ എണ്ണം തുല്യമാകും. അല്ല, നമ്മുടെ ഹൈക്കോടതിയിൽ തന്നെ ഇപ്പോൾ 6 ജഡ്ജിമാർ സ്ത്രീകളാവാൻ പോകും. സുപ്രീം കോടതിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2028 പുതിയ സ്ത്രീ ഒരു വനിത വരാൻ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വനിതകളുടെ പ്രാധാന്യം ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇന്നത്തെ അടക്കമുള്ള എൻറോൾമെൻറ്റിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണമാണ് ഒരു സമൂഹത്തിൻ്റെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ പുറത്ത് നോക്കി കാണുക. ലോകത്തിലൊക്കെ തന്നെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര അഭിഭാഷകരുണ്ട്? ഏതാണ്ട് 18-19 ലക്ഷം അഭിഭാഷകരാണ് ഇന്ത്യയിലുള്ളത്. അതിൽ എത്രമാത്രം സ്ത്രീകളുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇന്ത്യയുടെ ഒരു ഇൻഡെക്സ് ആയിട്ട്, ഇന്ത്യയുടെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ എത്ര ലോയേഴ്സ്, പ്രത്യേകിച്ച് ലേഡി ലോയേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ലേഡി ലോയേഴ്സിനൊക്കെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. എല്ലാവർക്കും സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഈ തൊഴിലിൽ നിൽക്കുവാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത അത് നമ്മൾ മറന്നുകൂടാ. സമൂഹത്തിൽ അഭിഭാഷകന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ വ്യക്തിപരവും കുടുംബപരവും അല്ലാത്ത പല കാര്യങ്ങളിലും അഭിഭാഷകൻ എന്ന രീതിയിൽ നമുക്ക് ഇടപെട്ടാൽ ഒരുപക്ഷെ നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പരിധി വരെ അത് കൊടുക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾക്ക് മാത്രമേ അത് കഴിയൂ. പല കാര്യം ദൈനംദിന ജീവിതത്തിൽ ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അയാൾ ഏറ്റുമുട്ടുന്ന നിയമങ്ങളുമായിട്ടാണ്. പക്ഷെ നമ്മുടെ സ്കൂളിലോ കോളേജിലൊന്നും നിയമം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് ഈ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ച് എൻറോൾ ചെയ്യുന്നവർ, നമ്മുടെ അഭിഭാഷകർ. തീർച്ചയായിട്ടും ആ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക തന്നെ വേണം. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ തൊഴിൽ തിരഞ്ഞെടുത്ത് ഈ തൊഴിലിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കേരള ബാർ കൗൺസിലിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് ഒരു അഭ്യർത്ഥന മാത്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ തൊഴിൽ മറ്റേ പലരിൽ നിന്ന് വ്യത്യസ്തമാണ്, ജോലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ നാളെ മുതൽ ഇവർ കോടതിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇന്നലെ വരെ നിങ്ങൾ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട്?
ആ സപ്പോർട്ട് ചുരുങ്ങിയത് 5 വർഷമെങ്കിലും നിങ്ങൾ അവർക്ക് ഇതുപോലെ കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല ഒരു ശോഭനമായിട്ടുള്ള ഒരു പ്രൊഫഷൻ, ഒരു തൊഴിൽ കെട്ടിപ്പറക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ തുറന്നു പറയുന്നത് ആദ്യത്തെ നാളുകളിലൊക്കെ തന്നെ വരുമാനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പലപ്പോഴും നമ്മൾ പഠിക്കേണ്ട സമയമാണ്. നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നത്. നമ്മളിത് കോടതിയിൽ നിന്നും വക്കീൽ ഓഫീസിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളുടെ പുതിയ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്, നമ്മൾ കോടതിയിൽ പോകുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നതോട് കൂടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് പലപ്പോഴും രക്ഷാകർത്താക്കൾക്ക് പലപ്പോഴും ഇപ്പോൾ അവരത് ആ രീതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ചെല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് കേരള ബാർ കൗൺസിലിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir. May I now invite the chief guest of this function, Honorable Mr. Justice C. Jayanandran, Judge High Court of Kerala, to deliver the enrollment address. Sri K. N. Anil Kumar, Chairman Bar Council of Kerala. Sri S. K. Pramod, Chairman Enrolment Committee Bar Council of Kerala. The President of the Bar Association, Sri Santosh Kumar, Sri Nasir. Very vibrant faces I see today before me in the glory of enrollment, the new entrants to the profession, their parents, kith and kins, ladies and gentlemen. See, I was under the impression that you people will be slightly perplexed or stressed. But seeing this much of an audience, I doubt whether I am perplexed. I've not seen this sort of a crowded, packed auditorium of the High Court. Probably the auspicious importance of this function shows that. A great day in your life indeed. You have achieved a coveted qualification, I may say. I would also explain why I feel it is a coveted qualification. Some of the faces are slightly frowning. Is it a coveted qualification? You have so many other so-called attractive qualifications, but then is a little bit that attractive. Now, tell me a profession. I would like to say that this is a unique profession. We have seen doctors, we have seen engineers, and many other professions. See, how does a doctor treat a patient? The patient comes before him, tell him certain symptoms or problems. With his knowledge, with his experience, he assesses and come to a conclusion this man is suffering from such and such things, maybe pursuant to some tests or something like that. Is there anybody there to cross-check whether the findings of the doctor are correct or not? An equally competent professional, another doctor, sitting aside him, sitting across him, to say whether you have arrived at the correct conclusion. Take the case of an engineer. Somebody approaches the engineer with a proposal for constructing a multi-story building. The engineer proceeds in his own conviction. Can anybody say, is there any competent person to cross-match his design, the correctness of his design, the best optimum utilization of his design? I would say there is nothing, but see the profession of law. See, a lawyer has two devils before him. One is the opponent lawyer, and the second, of course, is the judge. It is not merely enough that you get over the arguments with respect to your opponent lawyer. You will also have to convince a third person who is a neutral, impartial umpire. All the three being having more or less same knowledge in law, having the same degree. So here there is a competition, or there is a cross match of one's skills, knowledge, and experience. That is why I said this is a unique profession. No other profession you can see that.
So it is that qualification which you have achieved today. Don't, I tell it because I knew quite a few persons who have enrolled and thereafter saying, they are thereafter not feeling that self-esteem which is supposed to be exhibited by them merely because they consider this as a lesser degree. As the chairman said, all our stalwarts were having this degree, but of late it has lost a little bit of value. I do understand, I do recognize, but take it from me, one of the most coveted professional degree you have achieved, but also take it from me, your degree will not take you beyond the entry point. This is the entry point you are enrolling. Now, what takes you hereafter is, as the chairman said, one is hard work, second is your total personality, third is your perceptions, your reading, your language. I would even go to the extent of saying that your overall personality matters, your character matters. So, great enough, happy enough, delighted to tell you at the very beginning, wishing you the very best, having entered this profession. Now, the last thing everyone wants to hear is an advice or a sermon, but for this occasion, I also would have avoided it, particularly in a monotonous afternoon. But then, your occasion demands it. I would say that your first task will be to choose an appropriate senior. Wisely do that. See, in F.S. Nariman, I will be quoting him quite often during the course of my speech here. In his book, Before Memory Fades, says, in the cases of race horses, it is important from which stable the horse comes. Likewise, it is equally important from which office somebody comes from. Your initial grooming, your initial, the way in which you learn, the things which you learn, all is very important with respect to. Even, I will tell you, without exaggeration, you will even emulate the mannerisms of your senior. Not merely the way of study, you will even emulate the mannerisms of your senior. So that's very important. Once that is done, please adhere to his instructions. Your senior is your guru. Respect him. Never challenge or question him. Adhere to what he says. And I think the result, success will be yours. I had occasion to travel with my senior, even for his personal purposes, for long distance. So whatever we discuss, a lawyer who is bent on profession will discuss only law. We may start with so many other things, but he will end up with law. Pebbles of wisdom just comes out of his mouth. That may happen even in the office, even in the travel to the court, everything happens, but you should have the ear, you should have the eye, and you should have the mindset to receive. Always keep an open ears, open eyes, and open mind. Your senior is there to help you in and out. And as the chairman said, please don't concentrate on your returns for the time being. If you concentrate, you will be disheartened. Don't concentrate on your returns, because returns will take time, but it will come with compound interest. At a later point of time, it will come with a compound interest. Don't worry about it. Now, regarding drafting, the first thing you will be doing a little bit of drafting. I just take the example of a delay condemnation petition. A petition to condemn the release is one of the smallest things you can draft. But before doing that, just go through the relevant provision in drafting. Sorry, the relevant provision delay. Section 5 of the Limitation Act speaks about delay. Just go through that Section 5 and also the binding reasons on the point. Keep it in the back of your mind. That will help you to draft the petition in a proper fashion, apart from the instructions which you receive from the client. Always go through the provisions and then start drafting. And one more thing, never draft a petition or choose or mold a relief solely on the basis of a judgment, be it of the High Court or the Supreme Court. Please give importance to statutory provisions, because judgments may change tomorrow. A single judge's judgment may be overturned by a division bench. A division bench's judgment may be overturned by the Supreme or by a full bench.
So never solely, I do not mean to say that you should not look at judgment. You should look at judgment, but then never solely rely on a judgment. Now, what should be the extent of preparation? There is an interesting story again by F.S. Nariman in one of his lectures. See, an argument was going on before Justice Bachawat. Justice Gajendra Khatkar was sitting beside. One more judge was there. When the one who addressed the argument was Vishwanath Shastri, a very old story I am telling. Vishwanath Shastri addressing argument, then Justice Bajawat saying that what you are arguing is precisely opposed to what has been laid down by the Privy Council. Then Shastri retorted, see, this is the only decision which has been adversely commented upon in the Hasbury's Laws of England. Then Justice Gajendra Khatkar get annoyed. He seriously believed that this may not be true. Halsbury's may not say wrong about a judgment that by the Privy Council. The court was dispersed for the day. On the next day, everybody come prepared. What Justice Bajawat said was correct, and what Advocate Shastri said was equally correct. This should be the extent of your preparation. Leave no stone unturned. On your topic, see, always understand judges are not as equipped as the lawyers on a given particular case. We have enough number of cases. You will be having the complete knowledge of the facts and law with respect to the particular case you are handling. Please reciprocate to that expectation of the judge and that expectation of the community, of the litigant also. Another thing is, never lose your temper against the judge. So many things are said about judgeship. This is a divine job, etc., etc. But take it from me, judges are human beings. Please don't get into loggerheads with them. Keep your anger outside the courtroom. Be very tactful in the court. Court management, court tactics is more important than your extent of knowledge or level of knowledge which you may understand during the course of your career. Another important thing is, talk less about your case, but think more about your case. Devote your thoughts on your case. Thoughts will bring you a lot of ideas. An idea which may not have struck the mind of anybody so far may struck you. And you will be the person who is going to be a revolutionary in that aspect. Always have good thoughts about your... You have to keep on remembering, keep on thinking, keep on suggesting ideas and all other things to yourself. And ultimately come up with a conclusion. This is the right course. Another thing that is, please avoid overuse of case laws. Nariman refers to it as case law diarrhea. Of course, 2-3 case laws are there important for your arguments, but then don't be an addict of case laws. Whatever you say, you can only show a case law without telling the judge what is the logic behind it, what is the reason behind it, why that case law. Always see, when you come across a judgment, it is my request to you, please chew it properly and then swallow. Don't swallow it merely because it is a judgment penned by the Supreme Court. You have to look into the reasons. Ask your brain whether your brain approves that reason. You go through simultaneously go through when you read the judgment, please have that statute book also on your side. When the judgment speaks about section 6, please look into section 6. And then find out, ultimately, you are also a very reasonable, rational person. Try to find out whether you approve that logic. If you don't approve that logic, don't tell anybody, because so long as the Supreme Court says it is binding, but then keep on finding, keep on exploring why it is so. You can discuss with your close friends. And if your senior is in the mood to discuss with the senior also. Ultimately, you will understand either your initial thought was not correct, or else you will understand the Supreme Court was not correct. But you may not be able to tell it everywhere. But this process will help you to analyze and digest law. It is not mere you are not becoming a data bank, creating emulating, expelling data whenever asked for. You are a rational person supposed to explain why it is so and how it is so. Another important thing which is quite important at this stage is that your language. Language is the most important tool of a lawyer. Please equip yourself with your language if you have any lacking.
but for the expressions. And so many things will be there with you, so many ideas will be with you, but unless you are not in a position to express it. So even at the risk of going for some sort of language improvement course at this point of time, which you may not be able to do it later, do it now. Improve your language. See that your expression, whatever you say, it is not the extraordinary, unusual vocabulary which you are going to use that matters. Point is, you should be able to express yourself. The idea in your mind should be cleanly communicated to the judge, to the client, to the opponent with clarity. Then one last point, never make any conscious misstatement before a court. A misstatement, or rather misleading, can fetch you a result in one case, but once you are exposed, you are out. It is more or less in the sense of a blackmailing. Sorry, it's not blackmail, it is blackballing in the mind of the judge, blacklisting in the mind of the judge. When the judge's confidence in a lawyer is lost, he'll always have a speculation, he'll always have a suspicion whether this man is telling me the correct thing. See, the lawyer who is abreast with all the facts is having the full confidence that he is telling the truth, but the judge is not. That is why I initially said even your personality matters. So don't think that all these things, ideas put into you to make this profession, or don't think that this is very complex. You will learn one by one, day by day. Only thing, put your heart and soul into it. See that you are into the profession and not to anything else. I can assure you, I see a lot of great judges, great lawyers, eminent lawyers amongst you forthcoming, bubbling in the future. Thank you very much. Once again, the very best for you. Thank you for bringing your valuable speech on this occasion. Next is administration of oath. The Honorable Chairman of Kerala. All are supposed to be in a standing position. Only candidates, only candidates. ഞാൻ ഐ എന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് ആഡ് ചെയ്യണം. I do solemnly declare that I will bear true faith and allegiance to the Constitution of India as by law established, and that I will endure to uphold the traditions, privileges and dignity of the legal profession, and that I will loyally and faithfully discharge the duties of an advocate to the best of my knowledge and judgment. I do solemnly swear that I shall uphold the Constitution of India and rule of law. That I shall maintain the respect due to the courts of justice, judicial officers, and members of my profession, and will at all times conduct myself with dignity, becoming of an officer of the court in which I appear. That I shall at all times conduct myself in accordance with the rule of professional conduct and etiquette as prescribed by the Bar Council of India, State Bar Council from time to time, and as reflected in this noble profession, including ethical duties and moral values. Thank you. നിങ്ങൾ ഈ അടിയിൽ ഒപ്പിട്ട് നിങ്ങളുടെ പേരെഴുതി ഒപ്പിട്ട് ഇവിടെ സ്റ്റേജിൽ വരുമ്പോൾ ഓഫീസേഴ്സിലേക്ക് കൊടുക്കും. താങ്ക് യു. Thank you, sir. അടുത്തതായി സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ചീഫ് ഗസ്റ്റിൻ്റെ.
ഓത്ത് ഫോം എല്ലാവരും സൈൻ ചെയ്ത് PC-ക്ക് സ്റ്റാഫിലേക്ക് പേര് വിളിക്കുന്ന മുറയ്ക്ക് സ്റ്റേജിലൂടെ കയറി സർട്ടിഫിക്കറ്റ് ചീഫ് ഗസ്റ്റിനെ കളക്ട് ചെയ്ത് സൈൻ ചെയ്യാനുണ്ടാവും. കൈലാസ് രാജ്. Kailas Raj is enrolled. ഹരിശങ്കർ. Harishankar is enrolled. ആൽഫി ജെ. Alpi J is enrolled. അപർണ അനിൽകുമാർ എ. Aparna Anil Kumar A is enrolled. അനു ജോസഫ്. Anu Joseph is enrolled. ആലിസ് റീതി. Alice Rippy is enrolled. ശ്രുതി സിന്ധു. Shruti Sindhu is enrolled. അഞ്ജലി എസ്. Anjali S is enrolled. ദേവിക കെ. Devika KM is enrolled. അഫീഫ്. Habib is enrolled. ഗണേഷ് ഭട്ട് ആർ. Ganesh Bhatt R is enrolled. ശ്രീയ ബാബു. Saraya Babu is enrolled. ആതിര വിജയ്. Adira Vijay is enrolled. മെറിൻ പി ജി. Merit PG is enrolled. പ്രണയ ആർ വിജയൻ. Pranaya R Vijayan is enrolled. ബെനിറ്റസ് എസ് വർഗീസ്. Veritas S Varghese is enrolled. ഗോപിക കൃഷ്ണൻ. Gopika Krishnan is enrolled. മോഹസിൻ കെ സി. Muxin KC is enrolled. യാമിനി എസ് കൃഷ്ണ. Yamini S Krishna is enrolled. ഹരിശങ്കർ വി. Harishankar P is enrolled. ഗ്രീഷ്മ എം. Grishma M is enrolled. ശരണ്യ എ. Sharanya A is enrolled. മുഹമ്മദ് പി എം. Muhammad PM is enrolled. സുബിൻ ബി എ ടി. Subin BAT is enrolled. സുബിയ ഖാദർ. Sumia Khadar is enrolled. ലക്ഷ്മി അനിൽ. Lakshmi Anil is enrolled. സുധി ഒ. Sudhi O is enrolled. സോന സി സണ്ണി. Sona C Sunny is enrolled. ഷംന എസ്. Shamna S is enrolled. അശ്വതി പി ആർ. Ashwini PR is enrolled. ബിനുകുമാർ എസ് ആർ. Binukumar SR is enrolled. ഐശ്വര്യ അജിത്. Aishwarya Ajit is enrolled. അമല ബ്രസി. Amala Blessing is enrolled. പ്രിയരഞ്ജിനി എം. Priyaranjini N is enrolled. അഞ്ജു പി വി. Anju PV is enrolled. ഷീജ പി പി. Sheeta PT is enrolled. അലീഷ അസ്ലം. Alisha Aslam is enrolled. ഹിദ ഫാത്തിമ. Hida Fatima is enrolled. ലിനു കൃഷ്ണ യു സി. Ninu Krishna UC is enrolled.
Tony Bino Matthews. Tony Bino Matthews is enrolled. Gopika Krishna. Gopika Krishna is enrolled. Anne Mary Abraham. Anne Mary Abraham is enrolled. Surya Maria Kurian. Surya Maria Kurian is enrolled. Aisha Nawaz. Aisha Nawaz is enrolled. Krishnanjana Case. Krishnanjana K.S. is enrolled. Rajan PG. Rajan T.G. is enrolled. Varsha J. Varsha J. is enrolled. Jobidas KD. Yobidas K.D. is enrolled. Alina Sebastian. Alina Sebastian is enrolled. Malavika Mary Thomas. Malavika Mary Thomas is enrolled. Paurnami RC. Paurnami R.C. is enrolled. Subhita Subramanian. Subhita Subramanian is enrolled. Sonia Shibu. Sonia Shibu is enrolled. Sandra Roy. Sandra Roy is enrolled. Sumina AK. Sumina A.K. is enrolled. Anashwara Hari. Anashwara Hari is enrolled. Augustus S. Mangura. Augustus S. Mangura is enrolled. Avinas CH. Abhinas C.H. is enrolled. Nimisha MG. Nimisha M.G. is enrolled. Ramesh Kumar K. Ramesh Kumar K. is enrolled. Jaslada James. Jasrada James is enrolled. Sangeeta S. Sangeeta S. is enrolled. Azinia Asinia is enrolled. Nandu Sabu. Nandu Sabu is enrolled. Anaga AS. Anaga AS. Anaka A.S. is enrolled. Bibin Eldos. Bibin Eldos is enrolled. Seren M. Saran M. is enrolled. Adira CA. Abhira C.A. is enrolled. Paul P. Varghese. Paul P. Varghese is enrolled. Anupama TS. Anupama T.S. is enrolled. Sri Lakshmi AS. Sriyashmi A.S. is enrolled. Saju A. Saju A. is enrolled. Radhakrishnan P. Radhakrishnan B. is enrolled. Ashwati M. Ashwati M. is enrolled. Joseph Jose. Joseph Jose is enrolled. Lakshmiya T.L. Lakshmiya T.M. is enrolled. Suresh J. Chittakatu. Sunish J. Chittakatu is enrolled. Saranya T. Nair. Saranya T. Nair is enrolled. Arthur B. George. Arthur B. George is enrolled. Manas Jacob Joy. Manas Jacob Joy is enrolled. Manju Lucas. Manju Lucas is enrolled. Jidin Raj K. Jidin Raj K. is enrolled. Deva N.G. Deva N.G. is enrolled. Evan Gio Sabu.
Aban Gio Sabu is enrolled. Shahnas K. Shaji, Shahnas K. Shaji is enrolled. Anjali and Joseph, Anjali and Joseph is enrolled. Gretamol TK, Gretamol TK is enrolled. Sajna Jalil, Sajna Jalil is enrolled. Abdul Nasser AI, Abdul Nasser AI is enrolled. Vinita Islal, Vinita Yaslal is enrolled. Vishak V. Sugadan, Vishak V. Sugadan is enrolled. Aravind Babu, Aravind Babu is enrolled. Aradi R, Aradi R is enrolled. Narayan S. Vinod, Narayan S. Vinod is enrolled. Angiras S, Angiras S is enrolled. Gautam V. Z, Gautam V. Isat is enrolled. Sweda MC, Sweda MC is enrolled. Jittu Jos Abraham, Jittu Jos Abraham is enrolled. Gopi Krishnan KJ, Gopi Krishnan KJ is enrolled. Prithvi Prakash, Prithvi Prakash is enrolled. Adarsh Ranjan, Adarsh Ranjan is enrolled. Faisal K, Faisal K is enrolled. Srirashmi MR, Sriyashmi Amma is enrolled. Aishwarya Benny, Aishwarya Benny is enrolled. Arjun PV, Arjun PV is enrolled. Chippy TS, Chippy TS is enrolled. Ajisna Babu K, Ajasna Babu K is enrolled. Fatima M. Akbar, Fatima M. Akbar is enrolled. Ria Jose, Leah Jose is enrolled. Neelu CB, Needu CV is enrolled. Sajna Begum S, Sajana Begum S is enrolled. Harish VS, Harish VS is enrolled. Sajid Sanal S, Sajid Sanal S is enrolled. Ashida Nelson, Ashida Nelson is enrolled. Prabha Mary Thomas, Eba Mary Thomas is enrolled. Nishita Balachandran, Nishida Balachandran is enrolled. Arsha EB, Arsha EB is enrolled. Bibin Varghese, Bibin Varghese is enrolled. Anu Tampi, Anu Tambi is enrolled. Minusri VS, Ministry BS is enrolled. Gogul Gobi, Gogul Gobi is enrolled. Radhika R. Nair, Radhika R. Nair is enrolled. Amal J. Lal, Amal J. Lal is enrolled. Harikrishna Dayal K, Harishwarya K is enrolled. Aishwarya Lalu, Aishwarya Lalu is enrolled. Teresa Michelle Figueras, Teresa Mitchell Figueras is enrolled. Shabna Sharif, Terna Shuri is enrolled. Irfana Mohammed, Irfana Muhammad is enrolled. Sahara K, Sahara K is enrolled. Archana Singh Nair,
Archana C. Nair is enrolled. Adulya R. Krishnan. Adulya R. Krishnan is enrolled. Meera Prakash. Meera Prakash is enrolled. Mirzana Muhammad Ali. Mirzana Muhammad Ali is enrolled. Rosna C.A. Rosna C.A. is enrolled. Thomas Alnadi Lal. Thomas Alnadi Lal is enrolled. Alvin Varghese. Alvin Varghese is enrolled. Arya K. Arya K.M. is enrolled. Anjana Chandran. Anjana Chandran is enrolled. Shilpa K. Shilpa K.H. is enrolled. Sarika S. Asanya C.H. Sarika K.H. is enrolled. Asanya C.H. is enrolled. And Mary Sylvester. And Mary Sylvester is enrolled. Fahim Gabur B.I. Fahim Gabur P.N. is enrolled. Akshaya K.S. Akshaya K.S. is enrolled. Devi Priya K.G. Devi Priya K.G. is enrolled. Ummu Safar. Ummu Safar is enrolled. Archana Ramanan. Archana Ramanan is enrolled. Amar Balakrishnan. Amar Balakrishnan is enrolled. Paul A.J. Paul A.J. is enrolled. Ahmed Ulis. Ahmed Unis is enrolled. Akhila Raju. Akhila Raju is enrolled. Aishwari Vishnathan. Ashwari Vishwanathan is enrolled. Akhil Joseph Martin. Akhil Joseph Martin is enrolled. Varsha A.P. Varsha A.P. is enrolled. Linsha P. Linsha P. is enrolled. Muhammad Harun A. Muhammad Harun A. is enrolled. Shraddha Mohan. Shraddha Mohan is enrolled. Revati K.S. Revati K.S. is enrolled. Sarhuddin T. Sarhuddin T. is enrolled. Manish Charlie K.C. Manesh Charlie K.C. is enrolled. Malavika Vinod B.K. Malavika Vinod B.K. is enrolled. Niba Raj K. Nibaraj K. is enrolled. Suhana Asif. Suhana Asif is enrolled. Veena P. Veena P. is enrolled. Ananya F. Ananya M. is enrolled. Sudhi James. Ruby James is enrolled. Nayantara K.R. Nayantara K.R. is enrolled. Vinny Das. Vinny Das is enrolled. Tejalashmi R.S. Tejasvi R.S. is enrolled. Surendran A.R. Surendran A.R. is enrolled. Nia and Jacob. Nia and Jacob is enrolled. Sandrima K.K. Sandrima K.K. is enrolled. Ashwini V.P. Ashwini V.P. is enrolled. Aruni Abraham. Aruni Abraham is enrolled. Srishma Sridhar.
Rishma Srilan is enrolled. Ashok Paulo Paul. Ashok Paulo Paul is enrolled. Nikhil Chandran P. Nikhil Chandran T is enrolled. Ben Joseph. Ben Joseph is enrolled. Ranjini Nandan. Ranjini Nandanan is enrolled. Nachiket K.S. Nachiket KS is enrolled. Marin Rose. Mervyn Jose is enrolled. Vitveshwari E. Vidyashri B is enrolled. Amal Thomas. Amal Tommy is enrolled. Anashwara A.R. Anasura AR is enrolled. Suganya S. Suganya S is enrolled. Srilakshmi M.K. Srilakshmi MK is enrolled. Arihar Jagannath. Harihar Jagannath is enrolled. Akash George. Akash George is enrolled. Rasna K. Yasna K is enrolled. Giver Shalu. Giver Shalu is enrolled. Abid Ali K. Abid Ali K is enrolled. Vandana Reddy. Vandana Ravi is enrolled. Anju Ajit. Anju Ajit is enrolled. Muhammad Rafi P. Muhammad Rafi P is enrolled. Shindo Sebastian. Shindo Sebastian is enrolled. Mamita Manoj Mangati. Mamita Manoj Mangati is enrolled. Gopumar N.A. Gopumar N.A. is enrolled. Shalu Jose. Shalu Jose is enrolled. Reshma E. Reshma E is enrolled. Muhammad Ozir P.N. Muhammad Osil P.N. is enrolled. Shivashankar S. Shivashankar S is enrolled. Nihala K. Nighala K.A. is enrolled. Ranjita Sia. Ranjita Sia is enrolled. Safia Akbar. Safia Akbar is enrolled. Albin J. Thomas. Albin J. Thomas is enrolled. Roshan Shaji. Roshan Shaji is enrolled. Anurose Martin. Anurose Martin is enrolled. Ashwini Jayandran. Ashwini Jayachandran is enrolled. George James Vatatara. George James Vatatara is enrolled. George Isaac. George Isaac is enrolled. Manu Joseph. Manu Joseph is enrolled. Vishnu Dattan P.R. Radhika. Vishnu Dattan P.R. is Radhika enrolled. Ria. Tajuna. Radhika Ria is enrolled. Tajuna Maria Francis. Tajina Maria Francis is enrolled. Navani K.K. Navani KK is enrolled. Akhil K. Prasad. Akhil K. Prasad is enrolled. Hanan Abdul Latif. Hanan Abdul Latif is enrolled. Joel John. Jomar John is enrolled. George Joseph. George Joseph is enrolled. Rahul Sadish. Rahul Sadish is enrolled. Jerry Sam Thomas. Jose. Jerry Sam Jose is enrolled. Nitish Kumar P.
Nitish Kumar P is enrolled. Krishnendu PV. Krishnendu PV is enrolled. Shimna KS. Shimna KS is enrolled. Umesh Mukundan. Umesh Mukundan is enrolled. Nimisha P. Shanmugan. Nimisha P. Shanmugan is enrolled. Jiten M. Kuriel. Jitin M. Kuriel is enrolled. Rajendra Prasad KS. Rajendra Prasad KS is enrolled. Ashwini Vinod. Ashwini Vinod is enrolled. Aroval P. Pillai. Aroval P. Pillai is enrolled. Vismaya Raj K. Vismaya Raj K is enrolled. Abhiraj AR. Abhiraj AR is enrolled. Navodaya PV. Navodaya PV is enrolled. Muhammad Arif PU. Muhammad Arif PU is enrolled. Ashin Dinesh. Ashin Dinesh is enrolled. Sandra Paul. Sandra Paul is enrolled. Carol Abraham. Carol Abraham is enrolled. Mahesh Manoharan K. Mahesh Manoharan K is enrolled. Alfia Abdul Kalam. Afia Abdul Kalam is enrolled. Anthony Nikhil Ramello. Anthony Nikhil Ramello is enrolled. Jinsi C. Jinsi C is enrolled. Ambika Devi B. Ambika Devi B is enrolled. Adulya P. Abhilya P is enrolled. Purnimaya KT. Purnimaya KT is enrolled. Vishwas EV. Vishwas EV is enrolled. Jacob Thomas. Jacob Thomas is enrolled. Vismaya KV. Vismaya KV is enrolled. Divya Purushothaman. Divya Purushothaman is enrolled. Muhammad Rifa PM. Muhammad Rifa PM is enrolled. Navya A. Navya A is enrolled. Muhammad Azharuddin Veerasheri. Muhammad Asruddin Veerasheri is enrolled. Lakshma Priya CB. Lakshmi Priya CB is enrolled. Chandni MS. Chandni MS is enrolled. Raswi A. Kadir. Rasvi A. Khadir is enrolled. Ajay Krishna A. Ajay Krishna A is enrolled. Jofel Shadi Jacob. Jofan Shaji Jacob is enrolled. Joy MG. Joy MG is enrolled. Neeraj PB. Dheeraj PB is enrolled. Rohit K. Rohit K is enrolled. Shilpa P. Shilpa P is enrolled. Hariprasad MP. Hariprasad MT is enrolled. Srinath A. Srinath A is enrolled. Rashmi Radhakrishnan. Rashmi Radhakrishnan is enrolled. Sharat Chandran B. Sharat Chandran B is enrolled. Donny John Joy. Donny John Joy is enrolled. Tasneem Badruddin. Tasneem Badruddin is enrolled. Iqbal CS. Iqbal CS is enrolled. Bella Mariam Thomas. Bella Mariam Thomas is enrolled. Adira Via.
Adira VR is enrolled. Rajita Kumari VR. Rajita Kumari VR is enrolled. Muhammad Nisham M. Muhammad Hisham M is enrolled. Jabir. Jabir is enrolled. Ibel Lawrence. Ibel Lawrence is enrolled. Ronson C. Roy. Orson C. Roy is enrolled. Finos. Finos is enrolled. Shivaprasad S. Shivaprasad S is enrolled. Muhammad Shihas KV. Muhammad Shihas K. Y is enrolled. Alex Kevin George. Alex Kevin George is enrolled. Joseph Francis. Joseph Francis is enrolled. Muhammad Ishaq PT. Muhammad Ishaq PT is enrolled. Ananda Padmanabhan. Ananda Padmanabhan is enrolled. Praful P. Joseph. Praful P. Joseph is enrolled. Abdul Rashid. Abdul Rashid is enrolled. Midun M.A. Midun M.A. is enrolled. Gautam Krishna. Gautam Krishna is enrolled. Smita C.S. Smita C.S. is enrolled. Afsana B. Khalil. Afsana R. Khalil is enrolled. Krishna Shankar B. Krishna Shankar B is enrolled. Saqib Rizwan. Saqib Rizwan is enrolled. Shalima Shiril A. Shalima Shurin AA is enrolled. Srilal B. Srilal B is enrolled. Beryl Diana Jose. Beryl Diana Jose is enrolled. Sweda B.B. Sweda BB is enrolled. Sanal Kumar H. Sanal Kumar H is enrolled. Aishwarya P.S. Aishwarya P.S. is enrolled. Sanil Chandran K.V. Sanil Chandran KV is enrolled. Krishnalal M. Krishnalal M is enrolled. Mobin Sebastian A. Mobin Sebastian A is enrolled. On the last candidate, Anju Joseph. Chief will present the certificate. Anju Joseph is enrolled. I request Sri K.K. Nasir sir, member Enrollment Committee and Bishop Bar Council of Kerala, to offer vote of thanks. എൻറോൾമെന്റ് ഫംഗ്ഷനിലൂടെ അഭിഭാഷക കുടുംബത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട 293 അഭിഭാഷകർക്ക് പ്രത്യേക അനുമോദനങ്ങൾ. നിങ്ങളെല്ലാവരും ഈ രാജ്യത്തെ അറിയപ്പെടുന്ന അഭിഭാഷകരോ അല്ലെങ്കിൽ ന്യായാധിപരോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളുകളായി മാറട്ടെ എന്ന് ഞങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും നേരിടുകയാണ്. അതിൻ്റെ കടമയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഈ യോഗം അധ്യക്ഷത വഹിച്ചത് പാൽ കൗൺസിൽ ചെയർമാനായിട്ടുള്ള കെ നൽകുമാറാണ്. ഔപചാരികയുടെ പേരിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്.
എൻറോൾമെൻറ്റ് അഡ്രസ്സ് നൽകിയതും 200 അഭിഭാഷകർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതും നമ്മുടെ ഹൈക്കോടതിയിലെ ആദരണീയനായിട്ടുള്ള ജഡ്ജി സി ജയേന്ദ്ര സാറാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഭിഭാഷകർ എന്തെല്ലാം മേഖലകൾ ശ്രദ്ധിക്കണമെന്ന് ഇത്ര വളരെ ഭംഗിയായി അവതരിപ്പിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഗുണകരമായിരിക്കും. എങ്ങനെയായിരിക്കും അഭിഭാഷകർ, അവർ സീനിയേഴ്സിനോട് എങ്ങനെ പെരുമാറണം, 5 വർഷക്കാലം അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറണം, ഇന്നലെ വരെ വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ നാളെ മുതൽ നിങ്ങൾ അഡ്വക്കേറ്റ് എന്നുള്ള പേരുള്ള പുതിയ വിദ്യാർത്ഥികളെ മാറുകയാണ്. ജീവിത അവസാനം വരെ നിങ്ങൾ ഈ മേഖലയിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽപ്പെട്ട പലരും വലിയ വലിയ ഉന്നതികൾ എത്തിച്ചേരും, അല്ലാത്തവർ അഭിഭാഷകരായിട്ട് തന്നെ തുടരാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിയിൽ കൊണ്ടുവരണം. ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ഏൽക്കുകയും ആ സമയത്ത് തന്നെ വരികയും ഈ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത ആരാധനായിട്ടുള്ള ജസ്റ്റിസ് ജയേന്ദ്ര സാറിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബാർ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ അച്യുതൻ നമ്പൂതിരി സാർ, ഓണറബിൾ സെക്രട്ടറി ജോസഫ് ജോൺ സാർ, ബാർ കൗൺസിൽ എൻറോൾമെൻറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സന്തോഷ് കുമാർ സാർ, ഹൈക്കോടതി അസോസിയേഷൻ പ്രസിഡന്റും കൂടിയായിട്ടുള്ള രാജേഷ് വിജയൻ, സീനിയർ അഭിഭാഷകനും സീനിയർ ബാർ കൗൺസിൽ മെമ്പറായിട്ടുള്ള രാമൻകുട്ടി സാർ, ഷറഫുദ്ദീൻ സാർ, മൊയ്തീൻ സാർ, സുദർശനകുമാർ സാർ, സജീവ് ബാബു തുടങ്ങിയ എല്ലാ ബാർ കൗൺസിലർമാർക്കും ഔപചാരിക എംപയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ എൻറോൾമെൻറ്റ് ഫംഗ്ഷൻ എൻ്റെ ചെയർമാനായിട്ടുള്ള എസ് കെ പ്രമോദ് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ എൻറോൾമെൻറ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എൻറോൾമെൻറ്റ് കമ്പനിയുടെ കൂടെ നിന്ന ജീവനക്കാർ മറ്റെല്ലാവർക്കും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ഫംഗ്ഷൻ വളരെ നന്നായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പങ്കെടുത്ത കാൻഡിഡേറ്റ്സ്, അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now, all are requested to raise for the national anthem. എല്ലാവരും സീറ്റിൽ തന്നെ ഇരിക്കുന്നതാണ്. ചീഫ് ഗസ്റ്റും ബാർ കൗൺസിൽ ചെയർമാനും മറ്റു മെമ്പർമാരും പോയ ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. പോയതിന് ശേഷം